ഹലോ ഗൈസ്, നാളെ മഹാശിവരാത്രിയാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ പൊതുവിൽ മലയാളികൾക്കൊക്കെ ആദ്യം മനസ്സിൽ വരുന്നത് തൃശ്ശൂർ പൂരമാണല്ലേ. തൃശ്ശൂരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമായിട്ടുള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്നെല്ലാവരും വിചാരിക്കും. എന്നാൽ അതല്ല ശരി. തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മഹാശിവരാത്രിയാണ്. തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ ഭഗവതി പൂരമാണ്, അല്ലെങ്കിൽ ഭഗവതിയുടെ ഉത്സവമാണ്. ദേശനാഥനായിട്ടുള്ള വടക്കുംനാഥന്റെ ഉത്സവമാണ് ശിവരാത്രി. ഉത്സവം എന്ന് പറഞ്ഞാലും പൊതുവിൽ വടക്കുംനാഥൻ യോഗീശ്വരനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് യോഗ സമാധിയിലാണെന്നാണ് സങ്കല്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര പടഹാദിയായിട്ടുള്ള ആഘോഷമൊന്നും പാടില്ല എന്നാണ്. ശിവരാത്രിക്ക് പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവീദേവന്മാരെയൊക്കെ രാത്രി അവിടെ എഴുന്നള്ളിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ദേവീദേവന്മാരുടെ ആഘോഷമായിട്ടാണ് അവിടെ ശിവരാത്രി കൊണ്ടാടുന്നത്. ശിവരാത്രി വരെയുള്ള 2 ആഴ്ചകളിൽ നൃത്ത സംഗീതോത്സവം ഉണ്ടാവാറുണ്ട്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വാരാണസിയിൽ പോയതിനു ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലൊരു ആസ്തിക്യബോധം കൂടിയിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ നല്ല ഈശ്വര വിശ്വാസിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് ഞാൻ വേദാന്തമൊക്കെ പഠിച്ച് കുറച്ചുകൂടെ ഒരു സ്പിരിച്വൽ ലൈനിൽ, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദ ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ അമ്പലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ വർഷവും വല്ലപ്പോഴെങ്കിലും പോകുമായിരുന്നു, വടക്കുംനാഥനിലാണെങ്കിലും ഗുരുവായൂരിലാണെങ്കിലും ഒക്കെ. കഴിഞ്ഞ വർഷം വാരാണസിയിൽ പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു ഭക്തി എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. ആ രീതിയിൽ എൻ്റെ ഐഡിയോളജി, മെന്റാലിറ്റി, ചിന്താഗതികളൊക്കെ മാറി മറിഞ്ഞു. എൻ്റെ ദേശനാഥനായിട്ടുള്ള ശിവനോട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ശിവഭജൻസ് കേൾക്കാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ നന്ദഗോവിന്ദത്തിൻ്റെ ഒക്കെ കുറേ ശിവഭക്തി ഗാനങ്ങളുണ്ട്. ആക്ച്വലി അത് യേശുദാസ് ഒക്കെ മുമ്പ് പാടിയ പാട്ടുകളാണ്. ചൈൽഡ്ഹുഡ് ഫേവറേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോഴും എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. ഞാൻ ചെറുപ്പത്തിൽ വടക്കുംനാഥനിൽ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിട്ടുണ്ട് ശിവരാത്രിയിലൊക്കെ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജലപാനം പോലും ഇല്ലാണ്ട്, വെള്ളം പോലും കുടിക്കാണ്ട്. ആ ചെറുപ്പത്തിൽ അങ്ങനത്തെ വ്രതങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും എടുക്കാറില്ല. ഇപ്പം ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഭക്തി. ശിവരാത്രിക്ക് ഉറക്കം വിളക്കണമെന്നാണ് പറയാറുള്ളത്. പ്രത്യേകിച്ച് 11:45 മുതൽ 12:45 വരെയുള്ള സമയത്ത് ഉറക്കം വിളച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച ഫലസിദ്ധിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനൊരു 2 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ രാത്രി. വടക്കുംനാഥനിൽ വരാറുണ്ട്. വടക്കുംനാഥനിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. പിന്നെ 1-2 പ്രാവശ്യം ആലുവയിൽ പോയിട്ടുണ്ട്. ആലുവയിൽ ഭയങ്കര തിരക്കാണ് ശിവരാത്രി. മണപ്പുറം എന്ന് പറയുന്നത് അവിടെ ബലിതർപ്പണത്തിനും ഇതിനൊക്കെ വരുന്ന ആൾക്കാർ മൊത്തത്തിലൊരു ഉത്സവ പ്രതീതിയാണ്. പിന്നെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം ശിവരാത്രിയാണ് ഒഫീഷ്യലി സമ്മറിന്റെ തുടക്കം. എനിക്ക് ഇഷ്ടമില്ലാത്ത ക്ലൈമറ്റ് തുടങ്ങുന്ന ദിവസമാണ് ശരിക്കും ശിവരാത്രി. ബട്ട് അത് നമ്മൾ ആ ഒരു ഭക്തിയിൽ അങ്ങോട്ട് മറക്കും. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഈ വീഡിയോ കാണുന്നവർക്കുമൊക്കെ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.